ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിത് മൈസൂരിന് ഷിർഡിയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഇതിപ്പോൾ പാർട്ട് 3 ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു യാത്ര 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പാർട്ട് 3 ആണ് യാത്രയുടെ. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ മൈസൂരിൽ നിന്ന് റായദുർഗ് വരെയും രണ്ടാമത്തെ പാർട്ടിൽ റായദുർഗിൽ നിന്ന് ഗദക് ജംഗ്ഷൻ വരെയുള്ള യാത്രയാണ് കണ്ടത്. ഇപ്പോൾ ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ദൗണ്ട് ജംഗ്ഷനിൽ നിന്നാണ് യാത്ര തുടരുന്നത്. എന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. ജസ്റ്റ് നാന്ദേഡ് ദൗണ്ട് സ്റ്റേഷനിലോട്ട് കയറാം. നാന്ദേഡ് എക്സ്പ്രസ് വരുന്ന അനൗൺസ്മെൻറ്റ് കേട്ടോ, അതങ്ങ് വായിക്ക് വരുമ്പോഴേ നമ്മൾ ജസ്റ്റ് ദൗണ്ട് സ്റ്റേഷനിലോട്ട് എത്തുകയാണ്. വണ്ടി ഇപ്പോൾ ഒരു 5 മിനിറ്റ് മറ്റു ലേറ്റ് എത്രയേ ഉള്ളൂ. നേരം വെളുത്തില്ല, കയറും. നല്ല തണുപ്പുണ്ട് പുറത്ത്. ചായ ഇല്ലാണ്ട് പറ്റില്ല. ചായ കഴിച്ചു. അപ്പം അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. നല്ല മഞ്ഞാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സമയം 6:30 ആയിട്ടല്ലേ ഉള്ളൂ. അപ്പുറത്തൊരു മെമു കിടപ്പുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ ഫ്രൈറ്റാണ്, അതുകൊണ്ടൊന്നും കാണാൻ വയ്യുന്നതാണ്. നമ്മൾ പുറകെ വന്ന ഏതൊരു ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്തു പോയി. ഓവർടേക്ക് എന്ന് പറയാൻ പറ്റില്ല, സൈമൾട്ടേനിയസ് ഡിപ്പാർച്ചർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ പ്ലാറ്റ്ഫോം. നേരം ജസ്റ്റ് വെളുത്ത് വരുന്നു. ഗോൾഡൻ റേസ് കാണാം, അത്ര ആയിട്ടുള്ളൂ. നമ്മൾ പുറപ്പെട്ടു, നിർത്തി, ഒന്നും കൂടെ ആണെങ്കിൽ വീണ്ടും നിർത്തി. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന സിഗ്നൽ റെഡാണ്. എന്താ സംഭവം ഒന്നും കൊണ്ട് മനസ്സിലാവണില്ല. വീണ്ടും നിർത്തിയിട്ടെടുത്തു. അവിടെ ട്വിൻ DG4 കിടപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു വാഗ് 12 ഉണ്ടായിരുന്നു, ഒരു DG4 ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ ഒരു ആൽക്കോ ഷണ്ടിങ് ചെയ്യുന്നുണ്ട് ഏതൊരു റൈക്കിൻ്റെ. ആക്സിഡൻറ്റ് റിലീഫ് ട്രെയിനിൻ്റെ സൈഡിങ് ആണത്. അപ്പോൾ ഇത് എവിടം വരെയാണ് ദൗണ്ട് യാർഡെന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇനി ബാക്കിയുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ള 2 ലൈനുകളും ബോംബെയിലോട്ടുള്ള മെയിൻ ലൈൻസാണ്.
സൂര്യൻ ഉദിച്ചു വരുന്നു. നമ്മളിത് റൈറ്റിലോട്ട് തിരിഞ്ഞു. നമ്മളിപ്പോൾ അഹമ്മദ്നഗർ വയ മൻമാഡിലേക്കുള്ള ലൈനിലേക്കാണ് കയറിയത്. ഈ ലൈനിൽ പൂനെ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് വേണ്ടി അപ്പുറത്തോട്ട് മാറ്റുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, മൻമാഡ് കോഡ് ക്യാബിൻ റെയിൽവേ സ്റ്റേഷൻ. അതൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പ്ലാറ്റ്ഫോം കാണുന്നുണ്ടാവും. അത് മൻമാഡ് കോഡ് ക്യാബിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഫുൾ കർവിലുള്ള ഒന്നും കോഡ് ലൈൻ റെയിൽവേ സ്റ്റേഷൻ. അത് പൂനെ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയുള്ളതാണ്. നല്ല തണുപ്പ് മഞ്ഞുകൊണ്ട് കുറച്ച് നേരം ഡോർ അടച്ചു വെച്ചു. കുറച്ച് ഉണ്ടാവും ബാക്കിയാണ്. കുറച്ച് സൈഡ് കാണിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. നല്ല മൂടൽ മഞ്ഞാണ്. നമ്മുടെ ട്രെയിൻ കാണാൻ തന്നെ ഇല്ല. ഇപ്പുറത്ത് ഡബിളിങ്ങിൻ്റെ വർക്ക് ജസ്റ്റ് നടക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഡബിളിങ് കഴിഞ്ഞു എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലാൻഡ് ലെവലിംഗ് കഴിഞ്ഞിട്ടില്ല, ഡബിളിങ് നടക്കുന്നേ ഉള്ളൂ. ഏതോ ഒരു സ്റ്റേഷൻ സ്പീഡ് കുറയുന്ന കണ്ട് വന്നപ്പോഴേക്കും റൈറ്റ് കിടക്കുന്നതാണ് ഇവിടെ. G5s ആയിരുന്നു. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. സൺറൈസ് കാണാൻ പറ്റുന്നത് അറിയില്ല. ഇവിടെ അങ്ങോട്ട് ഡബിൾഡാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഡബിൾഡാന്ന് തോന്നുന്നു. ഈ റൈറ്റ് സൈഡിൽ ലൈൻ കുറച്ച് നേരമായി. ഒരു സ്ലീപ്പർ ഫാക്ടറിയാണ്. രാഘവേന്ദ്ര റെയിൽ ലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരു നേരം കൂടെ ഉച്ച കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ഏതോ ഒരു ട്രെയിനെ ക്രോസ് ചെയ്തു. ഞാൻ കിടക്കുമായിരുന്നു. മിർസാപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മളിവിടെ. ഒരു സൈഡിൽ ടെൻറ്റ് കെട്ടിയ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതിന് പുറകിലൊരു അമ്പലവും കാണാം. ഈ തണുപ്പത്ത് സത്യം പറഞ്ഞാൽ സമ്മതിക്കണമെന്നില്ല. തീകായാണ് പലവരും. ജസ്റ്റ് നിർത്തിയിട്ടെടുത്തു. എന്തിനാണാവും നിർത്തിയത്? ഇവിടെ നിങ്ങളുടെ സിംഗിൾ ലൈനാണ് വീണ്ടും.
ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അപ്പുറത്ത് ഇപ്പത്തോടെ തമിഴ്നാട് അപ്പോഴത്തെ പാലമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല റോക്ക് കട്ടിങ് വരുന്നുണ്ട്. ഏതാ സ്റ്റേഷൻ ഒരു പിടിയില്ല. SRL എന്ന കോഡ് മാത്രമേ കാണാനുള്ളൂ. മെയിൻ്റനൻസ് ഒക്കെ ഉള്ളതിനായി നമ്മൾ ജസ്റ്റ് അഹമ്മദ്നഗർ ആ കാണുന്ന ഒരു പുതിയ ബ്രോഡ് ഗേജ് ലൈനാണ് അഹമ്മദ്നഗർ അഷ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്.
പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. ഇപ്പോൾ ഇതൊരു ക്രോസിംഗ് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് ഇങ്ങോട്ട് ചാടിക്കയറി വന്നത്. ഇസ്സത്ത് നഗറിന് 2500 ആപ്പ് 4 ആണ്. ആസാദ് ഹിന്ദ് എക്സ്പ്രസ് ആണ്, ഹൗറ പൂനെ. നമ്മളങ്ങനെ അഹമ്മദ് നഗർ സ്റ്റേഷനിലെത്തി. ഞാൻ അഹമ്മദ് നഗർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണിത്. തീരെ വീതിയില്ലാത്ത പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നല്ല പൊക്ക വ്യത്യാസമുണ്ട് പ്ലാറ്റ്ഫോമും ഇതുമായിട്ട്. അവരെ പ്രായമുള്ളവരൊക്കെ ഇറങ്ങുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ് ഇറങ്ങുന്നത്. വടപ്പാവ് ഉണ്ട്, മേടിക്കാണ്ടിരിക്കാനും തോന്നില്ല. എൻ്റെ വടപ്പാവ് മേടിച്ചില്ല, കണ്ടിട്ട് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഒന്ന് 2 മേടിച്ചു, ബാക്കി പിന്നെ നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ അഹമ്മദ് നഗറിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടുന്ന് ജസ്റ്റ് ആ വടപ്പാവ് മേടിച്ചു, ഒരു പ്ലേറ്റ് ഇഡ്ഡലി മേടിച്ചു, പിന്നെ ബാക്കി ട്രെയിനിൽ നിന്ന് മേടിക്കാമെന്ന് വെച്ചു. ഇത് മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾ ആണോ സിംഗിൾ ആണോ എന്നുള്ള അറിയില്ല, നമുക്ക് എന്തായാലും കാണാം. അഹമ്മദ് നഗർ കഴിഞ്ഞ് ക്രോസിംഗ് എന്ന് തോന്നുന്നു, ലൂപ്പിലോട്ട് കയറാം. ഇതിപ്പോൾ എവിടെ എന്താണെന്ന് അറിയില്ല. നമ്മൾ റൈറ്റിലോട്ട് കയറിയ സ്ഥിതിക്ക് ഇത് ക്രോസിംഗ് ആണെന്ന് ഉറപ്പാണ്. ഏതോ സ്റ്റേഷനാണ്. ഇവിടുത്തെ സ്റ്റേഷനുകൾക്കൊന്നും മര്യാദയ്ക്ക് പ്ലാറ്റ്ഫോമോ ഒന്നുമില്ല, ചുമ്മാ പണിതിട്ടിരിക്കുക. കൊടി കാണിക്കുന്നവൻ്റെ ക്യാബിനുണ്ട് അവിടെ, അപ്പം എന്തെങ്കിലും കൊടി കാണിക്കാൻ ആരെങ്കിലും വരും. മൊത്തം വളവിലാണ്, സിഗ്നലൊന്നും കാണാൻ കഴിയുന്നില്ല. അമരാവതി പൂനെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നത്. നല്ല ഫാൻസി ഹോണായിരുന്നു ലോക്കല്. ട്രെയിനിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കമ്മൽ നോക്കും. ഇങ്ങനെയായിരുന്നു, ഫുൾ വളവായിരുന്നു. ഏതാ സ്റ്റേഷനൊന്നും പിടിയില്ല, ഏതാ സ്റ്റേഷനൊന്നും ഒരു പിടിയില്ല, ബോർഡൊന്നും കാണാനില്ല. ഇതിൽ അഹമ്മദ് നഗർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മാപ്പിൽ നോക്കിയിട്ട് അത് കൺഫേം ചെയ്തോളാം. ഈ പ്രദേശത്ത് മെയിനായിട്ട് കരിമ്പാണ്, അതല്ലാണ്ട് ഇത് കരിമ്പാണെന്ന് തോന്നുന്നില്ല, എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പുറത്തുള്ള ചോളമാണെന്ന് തോന്നിട്ട്.
അവർ മേടിച്ച് വെച്ച ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിക്കാൻ ഉള്ളിലേക്ക് പോകാം. ഇവിടെ ഇത് ചോളം പോലെ ഉണ്ട് കണ്ടിട്ട്. എന്തായാലും ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വിശേഷത്തിലേക്ക് പോകും. ഇതൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതൊക്കെയാണ്. ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, അതായത് അവിലുപ്പുമാവ്. ഈ ഐറ്റംസൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനാണ്. ഇത് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചാണ്. ഇത് രണ്ടും ട്രെയിനിൽ നിന്ന് മേടിച്ചാണ്. ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുണ്ടോ തീർച്ചയായിട്ടും താഴെഴുതാം. ദൂരെ കൂടെ ഹൈവേ പോകുന്ന കാണാം. ഇപ്പുറത്തുള്ളതാണ് പുതിയ അലൈൻമെൻറ്റ്. ഐ മീൻ സെക്കൻഡ് ഡബിൾ ലൈനിൻ്റെ സെക്കൻഡ് ലൈൻ. അവിടെ പുതിയ ലൈൻ ലേ ചെയ്ത് കഴിഞ്ഞു. ബലാസ്റ്റ് ഇടാൻ ബാക്കിയുണ്ട്. അതിന് ടെസ്റ്റിങ് ബാക്കിയുണ്ടാവും മിക്കവാറും. ഇപ്പോൾ കിടക്കുന്നത് സാധാരണ ചെറിയ റെയിലാണ്, ലോങ് വെല്ലഡ് റെയിൽ അല്ല. അടുത്ത സ്റ്റേഷൻ ഹോം സിഗ്നൽ റെഡാണ്. അപ്പുറത്ത് എനിക്കൊരു ട്രെയിൻ കാണാം. മഞ്ഞയായി നമ്മളെന്തായാലും സ്റ്റേഷന് ഉള്ളിലേക്ക് കയറും. റൈറ്റ് സൈഡിൽ എനിക്ക് എന്തോ ഒരു സാധനം നിൽക്കുന്നത് കാണാം. ഇപ്പുറത്തെ സൈഡിലൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പുതുപുത്തൻ കോച്ചുകളാണ്. രാഹുരി എന്നുള്ള സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. കണ്ടിട്ട് RCF ബിൽറ്റ് ആക്കുന്നു. നല്ല ഈസി. ജസ്റ്റ് ബേലാപ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഇപ്പോൾ.
ഇതാണ് ബേലാപ്പൂർ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ പേര് ബേലാപ്പൂർ എന്നാണെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ശ്രീരാംപൂർ എന്നാണ്. ശ്രീരാംപൂർ ഇവിടെ നേരെ പുറത്താണ്. ഇതിൻ്റെ ജസ്റ്റ് പുറത്ത് കഴിഞ്ഞാൽ ശ്രീരാംപൂർ ടൗണായി. അടിപൊളി. അത് റിട്ടയറിംഗ് റൂമാണ്. നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ താമസിക്കാൻ. അപ്പുറത്ത് കാണുന്ന ടൗണാണ് ശ്രീരാംപൂർ. അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും. ഇതാണ് ഈ സ്റ്റേഷൻ. ഇവിടെ ഒരു ചെറിയ അമ്പലം പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി നമുക്കൊരു ബൈ റോഡ് ഷിരഡിക്ക് പോയാൽ ഒരു 2 മണിക്കൂർ ബൈ റോഡ് പോകാൻ എടുക്കും. നമുക്ക് ബൈ ട്രെയിനും അത്രയും തന്നെ സമയം ഏകദേശം എടുക്കും. ഇതാണ് സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ്. ഒരു BCNHL റേക്ക് നിൽക്കുന്നുണ്ട്. ലോക്കമൊന്നുമില്ല, എനിക്ക് അൺലോഡിങ്ങിൻ്റെ വന്നതെന്ന് തോന്നുന്നു. ഇവിടെ 3 പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ പുറപ്പെടുകയായി. ജസ്റ്റ് നിർത്തിയെടുക്കുക, ഉള്ളൂ. ഈ ട്രെയിനിൽ മിക്കവാറും യാത്രക്കാർക്ക് അങ്ങ് ഷിരഡി വരെയുള്ള. ഇടയ്ക്ക് ഇറങ്ങുന്ന ആൾക്കാരെണ്ണം വളരെ കുറവാണ്. ജസ്റ്റ് പുണ്ടാമ്പ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കിടക്കുന്നതാണ് പുണ്ടാമ്പ ഹോം സിഗ്നൽ. ഹായ്, ഇവിടെ നമ്മുടെ ലിങ്ക് ലൈൻ പണിയുന്നുണ്ടല്ലോ. കണ്ടോ ആ പണി കിടക്കുന്നില്ലേ? അതെനിക്ക് തോന്നുന്നു ഒരു ലിങ്ക് ലൈനാണെന്ന് തോന്നുന്നു. അലൈൻമെൻറ്റിൻ്റെ ഒരു വിഡ്ത്തൊക്കെ കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ട്രെയിനുകൾക്ക് ഷിരഡിയിലേക്ക് റിവേഴ്സൽ ഇല്ലാണ്ട്, പുന്താമ്പ റിവേഴ്സൽ ഇല്ലാണ്ട് പോകാൻ പറ്റും. റെയിൽവേ ലൈൻ സിംഗിൾ ലൈൻ മതിയല്ലോ, ഒരുപാടൊന്നും വേണ്ട. അങ്ങേറ്റത്ത്
ബ്രോഡ് ഗേജ് ലൈൻ കാണാം, സിംഗിൾ ഇലക്ട്രിഫൈഡ് ബ്രോഡ് ഗേജ് ലൈൻ കാണാം. അതാണ് ഷിർഡി ലൈൻ. ആ കാണുന്നതാണ് ഷിർഡിയിലോട്ടുള്ള ലൈന്. നമ്മളിപ്പോൾ പുൻതാമ്പ പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് ആ ലൈൻ വഴി ഷിർഡിയിലോട്ട് പോകും. ഇതായിരുന്നു ഷിർഡിയിലോട്ടുള്ള ലൈന്. ഈ ലൈൻ വഴിയാണ് അല്പനേരം കഴിയുമ്പോൾ നമ്മൾ പോവാം. നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു 15-20 അരമണിക്കൂറെങ്കിലും എടുക്കും തോന്നുന്നു റിവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഇതാണ് പുൻതാമ്പ ജംഗ്ഷൻ. സ്റ്റേഷൻ എക്സ്പാൻഷൻ ആണെന്ന് തോന്നുന്നു. പഴയൊരു അബാൻഡൻഡ് ക്യാബിനൊക്കെ ഉണ്ട്. വാട്ടർ ടാങ്ക് ആയിരുന്നു നോക്കാനുണ്ട്. ഇതാണ് സ്റ്റേഷൻ. നമ്മളിവിടുന്ന് റിവേഴ്സ് ചെയ്യും. അപ്പം നമുക്കെന്നാൽ പതൊക്കെ പോയി റിവേഴ്സിൽ കണ്ടിട്ട് വരാം. കുറച്ച് സമയം കിടക്കും ഇവിടെ. കാരണം ലോക്കോ റിവേഴ്സ് ചെയ്ത് വന്നിട്ട് നമുക്ക് അന്നേരം പോകാൻ പറ്റുള്ളൂ. ഞാൻ നടന്ന് മറ്റേ അറ്റത്തെത്തി. നമ്മുടെ ലോക്കോ റിവേഴ്സ് ചെയ്ത് വന്നിട്ടില്ല. ലോക്കോ ഡിസ്കണക്റ്റ് ആയി. കാര്യം ഇവിടുത്തെ ഇത് റെഡ് കാണുന്നുണ്ട്. അപ്പോൾ ബ്രേക്സ് ഡിസ്കണക്റ്റ് ആയി. ഇവിടെയാണ് നമ്മൾ ലോക്കോ വരേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ട്രെയിൻ. മൈസൂരു സായ്നഗർ ഷിർഡി എക്സ്പ്രസ്. ഇപ്പുറത്ത് ഇത് ട്വിൻ G9 സൗൾഡ് ഒരു ഫ്രൈറ്റാണ് അതിങ്ങനെ ഏറ്റത്. നമ്മുടെ ലോക്കോന് ഷണ്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്വിൻ ബിലാസ്പൂർ G9s ആണ് കിടക്കുന്നത്. 38054 32621 ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ലോക്കോ അവിടെ നിന്ന് വരുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതാ വരുന്നത് നമ്മുടെ ലോക്കോ. ഇതിനെ സാധാരണഗതിയിൽ റെയിൽ ഫാൻസ് കളിയാക്കി BMTC ബസ് ലിവറി എന്നാണ് വിളിക്കുന്നത്. 40017 WDP4B ആണ് നമ്മുടെ ലോക്കോ. ഷണ്ട് സിഗ്നൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്കോ ആണ്. വെയിൽ നേരെ ലെൻസിലേക്കാണ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമ്മുടെ ലോക്കോ അങ്ങനെ തിരിച്ചു വരികയാണ്. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കാണ് നേരെ കാണാൻ വയ്യ. ഭയങ്കര വെയിൽ. 40017 WDP4B ആണ് നമ്മുടെ ലോക്കോ. പോയിന്റ്സ്മാൻ ഇറങ്ങി. കപ്ലിംഗ് തുടങ്ങിയിട്ടില്ല. അവിടെ CBC കപ്ലർ ചെയ്യുന്നുള്ളൂ. കപ്ലറിനെ സെൻട്രലൈസ് ചെയ്യുന്നേ ഉള്ളൂ. അത് ചെയ്ത് അതിൻ്റെ ലോക്ക് അൺലോക്ക് ചെയ്തിട്ടാൽ മാത്രമേ കപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ലോക്ക് കണ്ടീഷനിലാണത്. അതിപ്പോഴാണ് അൺലോക്ക് ആയത്. ഈ നീലക്കുപ്പായിട്ട് ആൾ ALP ആണ്.
ഇപ്പോഴാണ് ലോക്ക് അൺലോക്ക് ആയത്. അത് അൺലോക്കായാൽ മാത്രമേ കപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ നിൽക്കുന്ന പോയിൻറ്റ്സ് മാനിനെ പറ്റി വലിയ വിവരമില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ALP പോയിട്ടാണത് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പോഴാണ് നക്കിൾ ഓപ്പൺ ചെയ്തത്. ആ നക്കിൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ലോക്കോനെ കപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നക്കിൾ ഓപ്പണായി ഇനി കപ്ലിങ് ചെയ്യലേ ബാക്കിയുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞു. നമുക്കിനി തിരിച്ചു പോകാം. ഇനി ഒരു എയർ പൈപ്പ്സ് കണക്ട് ചെയ്ത് എയർ ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് സമയമെടുക്കും. എങ്ങനെ പോലെ ഇനി ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും തിരിച്ചു പോകാം. പക്ഷെ നമുക്ക് അപ്പോഴേക്കും തിരിച്ച് നമ്മുടെ കോച്ചിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമുക്ക് പുൻതാമ്പേന്ന് പുറപ്പെടാനുള്ള സിഗ്നലായി. പുറപ്പെട്ടു കഴിഞ്ഞു. സോറി, ഫോൺ അടിക്കാനും പുറപ്പെടലൊക്കെ ഒരുമിച്ചായിരുന്നു. സാധനം ഇങ്ങനെ ഇത്രയും നേരമൊക്കെ കടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് ചെയ്തിട്ട് അത് എടുക്കുള്ളൂ. ഇന്ന് ചടയെന്ന് എടുത്തു. അപ്പോൾ അതായിരുന്നു പുൻതാമ്പ. യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരും പ്ലാറ്റ്ഫോമിലൊന്നും കാണാനില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ പുൻതാമ്പ കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ജസ്റ്റ് റൈറ്റിലോട്ട് അങ്ങ് പോകും. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത് ഷിർഡിയിലോട്ടുള്ള മെയിൻ ലൈനിൽ തന്നെയാണ്. മെയിൻ ലൈൻ ഡിപ്പാർച്ചർ തന്നെയാണ്. അല്ല സോറി, മെയിൻ ലൈൻ അല്ല, ലൂപ്പ് ലൈനാണ്. മിക്കി കാണാനുണ്ട്. ഇതാണ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ട വാഗൺ 32621 ഇപ്പോൾ അത് 38054 രണ്ടും ബിലാസ്പൂർ ഷെഡ് തന്നെയാണ്. അതിന് ക്രൂ ഇല്ല, ഷട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കുകയാണ് ബൈക്കോടെ. ഒരു അബാൻഡൻഡ് ക്യാബിനാണ്. നല്ല വെയിൽ. ഇവിടെ ടവർ വാൻ വന്ന് നിന്ന് പണിയെടുക്കുന്നുണ്ട്. കണ്ടോ, അതിന് മുകളിൽ ടവർ പൊങ്ങിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റേജ് പോലെ ആയിരിക്കുന്ന കണ്ടോ. അത് പൊങ്ങിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സ്റ്റേജ് പോലെ നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇതിനെ ടവർ വാഗൺ എന്ന് വിളിക്കുന്നത്. അവരതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയറിൻ്റെ. മീൻ വൈൽ നമ്മൾ ഷിർഡിയിലുള്ള ലൈനിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞു. ആ നേരെ പോകുന്നതാണ് ദൗണ്ടിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ നേരത്തെ വന്ന ലൈന്, അഹമ്മദ്നഗർ സൈഡിൽ നിന്ന് വന്ന ലൈന്. ഇതാണ് ബൈപ്പാസ് ലൈന്.
ബസ് ലൈൻ ഇങ്ങനെ ഇവിടെ വന്ന് കയറും. അപ്പോൾ ട്രെയിനുകൾക്ക് റിവേഴ്സലില്ലാണ്ട് നേരെ ടൂവേർഡ് ഷിർഡി പോകാൻ പറ്റും. കരിമ്പ് തന്നെയാണ് തോന്നുന്നു പ്രധാന കൃഷി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്ന് വർഷങ്ങളുണ്ട്. ഇഷ്ടിക ചൂളകളാണ് മൊത്തം. എത്താറായി ചെടിയിലുണ്ട്. സ്പീഡ് പറയുന്നത്. ദൂരെ പാടത്ത് തീ ഇട്ടിട്ടുണ്ട്. അത് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറ്റി അങ്ങ് കത്തിച്ച കളയുന്നത്. അതിനുവേണ്ടി തീയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറമ്പ് മൊത്തം ഉണങ്ങി കിടക്കുന്ന മുഴുവൻ കത്തി അങ്ങ് പോകും. എന്തായാലും ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തണുപ്പ് കാലമാണ്. അപ്പോൾ ഈ പുക ഒരുപാട് മുകളിലേക്ക് ഉയരില്ല. അപ്പോൾ ഇത് താഴെ സ്മോഗായിട്ട് നിൽക്കും. ഇതാണ് ഡൽഹിയിലും ഉള്ള പ്രധാന പ്രശ്നം വിൻ്റർ സമയം. കാരണം രാജസ്ഥാനിൽ പഞ്ചാബിൽ ഇതുപോലെ കത്തിക്ക് വരും. ഇത് പേരത്തോട്ടമെന്ന് തോന്നുന്നു. ദൂരെ നിന്നുള്ള കാഴ്ചയിൽ ഏല അങ്ങനെ തോന്നി എനിക്കറിയില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്കാലിടാൻ പറ്റില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ടാണ്. എന്നിട്ടാണ് ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് ഷിർഡി ഹോം സിഗ്നൽ കാണാം. നമ്മളിപ്പോൾ ഷിർഡി യാർഡിലേക്ക് കയറി.
ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറാൻ എനിക്കൊന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ അതെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. കുറച്ച് WDP 4D 40401 നിൽക്കുന്നുണ്ട്. ഏതാ ട്രെയിൻ എന്നറിയില്ല. അതും കൃഷ്ണരാജപുരത്ത് തന്നെയാണല്ലോ 40401. शिरडी भावनगर, साईनगर शिरडी काकीनाडा पोर्ट. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ റൈക്കാണത്. ഇപ്പുറത്തൊരു WCAM 3 കിടക്കുന്നുണ്ട്. WCAM 3 21958. WCAM 3 അത് ദാദർ ഷിരഡി എക്സ്പ്രസ് ആണ്. ഇതും ഇന്ന് രാത്രി തിരിച്ചു പോകും. നമുക്കെന്നാൽ പിന്നെ ബാക്കി വിശേഷം നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഷിരഡി സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി. തിരക്ക് മൊത്തം ഇറങ്ങുന്നുള്ളൂ. ട്രെയിൻ മൊത്തം ഇങ്ങോട്ടായിരുന്നു. ഒരുവിധം ട്രെയിനിലുള്ള 95% യാത്രക്കാർ ഇങ്ങോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ നിറച്ച യാത്രക്കാർ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് സായിനഗർ ഷിരഡി സ്റ്റേഷൻ. തിരക്കൊക്കെ ഏറെക്കുറെ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കൊരു ഓട്ടോറിക്ഷ കയറി പോകാൻ എന്നിട്ട് ബാക്കി നോക്കാം. അപ്പോൾ അതായിരുന്നു സായിനഗർ ഷിരഡി സ്റ്റേഷൻ. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ കാണാം. നമ്മളങ്ങനെ സായിനഗർ ഷിരഡിയിൽ തിരിക്കണം. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നിരിക്കുന്നു. ഇതുവാ കിടക്കുന്നത് നമ്മളൊന്ന് വണ്ടി. നമ്മുടെ DP4B കിടക്കുന്ന കാണാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.